Good afternoon, students. നമ്മൾ ഫൈറ്റോകെമിക്കൽസിൻ്റെ മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കളക്ഷൻ ആണ് ഇനി അടുത്ത് നെക്സ്റ്റ് പറയേണ്ടത്. ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് കെമിസ്ട്രി ആയിട്ട് അല്ലെങ്കിൽ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി ഫൈറ്റോകെമിക്കൽസിൻ്റെ ക്ലാസിഫിക്കേഷനും അത് എങ്ങനെ കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതും ഒക്കെയാണ്. അതിൻ്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ അനാലിസിസും ഒക്കെ വരുന്ന പാർട്ടിലാണ് നമുക്ക് കുറച്ച് കെമിസ്ട്രി പറയാനുള്ളത്. സോ ഇത് നിങ്ങൾക്ക് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമുക്കൊരു ഔട്ട്ലൈൻ പോലെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ കളക്ഷൻ പറഞ്ഞിട്ടുണ്ട്. കളക്ഷനും പ്രോസസ്സിങ്ങും. ക്രൂഡ് ഡ്രഗ്സ് ഞാൻ പറഞ്ഞു. നമ്മൾ ആനിമൽ പ്ലാന്റ് ഏരിയയിൽ നിന്നും നമ്മൾ ഡ്രഗ് ഫോമിൽ നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്ന മെറ്റീരിയൽ അതിൻ്റെ കളക്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ ക്രൂഡായിരിക്കുന്നതിന് നമ്മൾ പിന്നെ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. അപ്പം ആനിമൽ പാർട്ടിയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു ഡ്രഗ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ നമുക്ക് പ്ലാന്റ് ഒറിജിനായിട്ടുള്ളതിനെ വെച്ചിട്ട് വളരെ പെർസെൻറ്റേജ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും പ്ലാന്റ് ബേസ്ഡ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിൽ കളക്ഷൻ ആൻഡ് ഹാർവെസ്റ്റിംഗ് എന്തൊക്കെ രീതിയിൽ എന്തൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള പോയിൻറ്റ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓരോ പ്ലാന്റിനും നമുക്കറിയാം അതിന് ആ പ്ലാന്റിൻ്റെ ഗ്രോത്ത് സ്റ്റേജസ് ഉണ്ട്. അത് ഇനിഷ്യൽ സ്റ്റേജ് കുഞ്ഞ് പ്ലാന്റ് ആയിരിക്കുമ്പോൾ അത് കഴിഞ്ഞ് അത് കുറച്ച് മെച്യൂറായി കഴിയുമ്പോൾ പിന്നെ അത് ഒരു ഓൾഡ് പ്ലാന്റ് ആകുമ്പോൾ ഇതിനകത്തെല്ലാം ഓരോ സ്റ്റേജിലും അതിനകത്ത് ഫ്രൂട്ടിലായാലും അതിൻ്റെ റൂട്ടിലായാലും ഒക്കെ കാണുന്ന ഏത് തരം കോൺസ്റ്റിറ്റ്യുവൻസ് ആയാലും അതിൻ്റെയൊക്കെ വേരിയേഷൻ വരും. അപ്പം നമുക്കത് മാക്സിമം നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ കണ്ടൻറ്റ് മാക്സിമം കിട്ടുന്ന സമയത്ത് വേണം നമ്മളതിനെ ഹാർവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് കളക്ട് ചെയ്യേണ്ടത്. സോ അതുപോലെ പ്ലാന്റ് ഏജ്, അതുപോലെ തന്നെ സീസണിൽ ഇൻഫ്ലുവൻസ് വരാറുണ്ട്. നമുക്കറിയാം എല്ലാ പ്ലാന്റ്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് നമുക്കറിയാൻ പറ്റും സീസൺ അനുസരിച്ച്. അതുപോലെ ആനിമൽസ് ആയാലും ആ ഒരു സീസണൽ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അതുപോലെ സ്കിൽഡ് ലേബേഴ്സാണ് അത് കളക്ട് ചെയ്തത്. നമ്മൾ ഡ്രഗ്സൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി അവർക്കറിയാം ഏത് സമയത്ത് എപ്പോഴാണ് അത് കളക്ട് ചെയ്താലാണ് അതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് ഈ കണ്ടൻറ്റൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ സയൻറ്റിഫിക് മാനറിൽ നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ മാക്സിമം എമൗണ്ട് ഓഫ് ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസ് അതിനകത്തുള്ള മാനറിലാണ് അല്ലെങ്കിൽ ആ ഒരു രീതിക്കാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. അല്ല സ്കിൽഡ് ലേബേഴ്സാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന പോയിൻറ്റ്സൊക്കെ ഇതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. സീസൺ അറ്റ് വിച്ച് ദ ഡ്രഗ് ഈസ് കളക്റ്റഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ആ കോൺസ്റ്റിറ്റ്യുവൻസ് വേരി ചെയ്യുന്നുള്ളതുകൊണ്ടാണ്. അത് ഏജ് ഓഫ് ദ പ്ലാന്റ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ആസ് ഇറ്റ് ഗവേൺസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ പ്ലാന്റ് ആൻഡ് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ദ ആക്റ്റീവ് മിക്സ്ചർ. അതുപോലെ അതിന് എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്ലാന്റിലും ഉള്ള ഓരോ കമ്പോണൻറ്റിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടാണ് അവർ അതിൻ്റെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഹൈ പ്രൊപ്പോർഷൻ ഓഫ് പുലിഗോൺ എന്ന് പറയുന്ന ആ ഒരു കണ്ടൻറ്റ് യങ് പ്ലാന്റ്സ് ഓഫ് പെപ്പർമിൻറ്റിൽ വിൽ ബി റീപ്ലേസ്ഡ് ബൈ മെന്തോൺ ആൻഡ് മെന്തോൾ ആസ് ദ പ്ലാന്റ് ഏജസ്. അപ്പോൾ ആ പറയുന്ന കമ്പോണൻറ്റിൻ്റെ വേരിയേഷൻ അവിടെ വരുന്നുണ്ട്. അതുപോലെ ആൽക്കലോയിഡ്സിൻ്റെ പെർസെൻറ്റേജ് ആണെങ്കിലും ഇങ്ങനെയുള്ള വേരിയേഷൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് ഏത് രീതിയിലാണ് നമ്മളൊരു ബ്രീഫ് നോട്ടായിട്ടാണ് എഴുതുകയാണെങ്കിൽ നമുക്ക് 1-2 എക്സാമ്പിളൊക്കെ മെൻഷൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾസ് നോട്ട് ചെയ്തോണം. അതുപോലെ മെത്തേഡ്സ് ഓഫ് പ്ലാന്റ് കളക്ഷൻ. അപ്പോൾ അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ underground parts like roots, then cones, tubers, etc. should be collected at the end of flowering and fruiting. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു പോകുന്നത്. അണ്ടർഗ്രൗണ്ട് പാർട്സ് ഷുഡ് ബി കളക്റ്റഡ് ആൻഡ് ഷേക്കൺ ഡസ്റ്റഡ് ടു റിമൂവ് ദ അഡ്ഹേർഡ് സോയിൽ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. വാഷ്ഡ് വിത്ത് വാട്ടർ. ഇഫ് ദ അഡ്ഹേർഡ് പാർട്ടിക്കിൾസ് ആർ ടു സ്റ്റിക്കി വിത്ത് ദ പ്ലാന്റ് with the plant parts and dried in the shade. അപ്പോൾ നമ്മളത് കഴുകി കൂടുതൽ ഉണങ്ങി പിടിച്ചിരിക്കുകയാണെങ്കിൽ അത് നല്ലോണം തട്ടിക്കളഞ്ഞ് കഴുകി ഉണക്കി നമുക്ക് നല്ല വെയിലല്ലാതെ നമ്മളതിനെ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്.
കൂടുതൽ നമ്മൾ ചൂടടിക്കുക വെയിൽ കൊള്ളുകയൊക്കെ ചെയ്താൽ അതിനകത്ത് വോളറ്റൈലായിട്ടുള്ള കമ്പോണൻ്റൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, വേപ്പറൈസ് ചെയ്തങ്ങ് പോകും. അതുപോലെ അതിൽ ഓരോന്നിനും ഓരോ എന്താണ് ഏത് രീതിയിലാണ് മെത്തേഡ് എന്താണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ലീവ്സ് ആർ കളക്റ്റഡ് ജസ്റ്റ് ബിഫോർ ദ ഫ്ലവറിങ് സ്റ്റേജ്, ദെൻ ഫ്ലവേഴ്സ് ആർ കളക്റ്റഡ് ബിഫോർ ദേ എക്സ്പാൻഡ് ഫുള്ളി, ദെൻ സം ഫ്രൂട്ട്സ് ആർ കളക്റ്റഡ് ആഫ്റ്റർ ദെയർ ഫുൾ maturity, while some other collected after fruits are ripened. Then specific parts of the flowers such as petals, അതുപോലെ ഫ്ലവേഴ്സ് ആസച്ച് തന്നെ, ദെൻ ഫ്ലവർ ബഡ്സ് ആർ കളക്റ്റഡ് സെപ്പറേറ്റ്ലി. ഇതെല്ലാം പ്രത്യേകമാണ് കളക്ട് ചെയ്യുന്നത്. ദെൻ ബാർക്ക്, ഇതിൻ്റെ ബാർക്കുകൾ നമ്മൾ സാധാരണ കളക്ട് ചെയ്യുന്നത് ഇൻ സ്പ്രിങ് ഓർ ഏർലി സമ്മർ സീസണിലാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മെത്തേഡ്സ് യു ഹാവ് ടു റീഡ് ആൻഡ് സ്റ്റഡി. ദെൻ മെത്തേഡ് ഓഫ് ഹാർവെസ്റ്റിംഗ്, നമ്മളെങ്ങനെയാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് സ്കിൽഡ് വർക്കേഴ്സാണ് അത് ചെയ്യുന്നത് നമുക്കറിയാം. അതുപോലെ അതിൽ നമുക്ക് സെലക്റ്റീവായിട്ട് വേണം അത് കളക്ട് ചെയ്തെടുക്കുന്നത്. ദെൻ അണ്ടർഗ്രൗണ്ട് ഡ്രഗ്സ് ലൈക്ക് റൂട്ട്സ്, റൈസോംസ്, ട്യൂബേഴ്സ് എക്സെട്ര ആർ ഹാർവെസ്റ്റഡ് ബൈ മെക്കാനിക്കൽ ഡിവൈസസ്, ഡിഗ്ഗേഴ്സ്, അതൊക്കെ ഉപയോഗിച്ച് ഹാർവെസ്റ്റ് ചെയ്യാം. അതുപോലെ എല്ലാ ഏരിയൽ പാർട്സും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രഗ്സ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ഓൾ ഏരിയൽ പാർട്സ് ഹാർവെസ്റ്റഡ് ബൈ ബൈൻഡേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഓരോ ടെക്നിക്കൽ മെത്തേഡുകൾ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫ്ലവർ സീഡ്സ് ആൻഡ് സ്മോൾ ഫ്രൂട്ട്സ് ആർ ഹാർവെസ്റ്റഡ് ബൈ സീഡ് സ്ട്രിപ്പേഴ്സ്. സ്കിൽഡ് ലേബേഴ്സാണ്, ഓരോ ജോലി ചെയ്യാൻ അറിയുന്നവർ ആണ് അത് ചെയ്യുന്നത്. ദെൻ അതുപോലെ പെപ്പർമിൻറ്റ്, സ്പിയർമിൻറ്റ് ആർ ഹാർവെസ്റ്റഡ് വിത്ത് മൂവേഴ്സ്. അതൊരു തരം ഒരു മെഷീനാണ്. MOWER ആണെന്ന് എനിക്ക് തോന്നുന്നു. മൂവേഴ്സ് എന്ന് പറയും. ഒരു പ്രത്യേക രീതിയിലുള്ള നമ്മളെ ഈ ഫീൽഡ്, നമ്മുടെ ഈ ഫാർമേഴ്സ് ഫീൽഡിലൊക്കെ ഉപയോഗിക്കുന്ന തരം ചില കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ചില ബ്ലേഡൊക്കെ വെച്ചിട്ടുള്ള ചില മെഷീൻസാണ്. അതുപോലെ ലീവ്സ്, ഫ്രൂട്ട്സ് ആർ ഹാർവെസ്റ്റഡ് ബൈ ഹാൻഡ് പിക്കിങ്. സോ അത് നിങ്ങൾക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഡ്രൈയിങ് ഓഫ് ക്രൂഡ് ഡ്രഗ്സ്. അതുപോലെ നമ്മൾ ഇതിനെ കുറച്ചൊന്ന് ഷെയ്ഡിൽ ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് കേടുകൂടാതെ കൂടുതൽ നാൾ സൂക്ഷിക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, നമുക്ക് തന്നെ അറിയാം അതിനകത്ത് മോയ്സ്ചറിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അത് പെട്ടെന്ന് അഴുകിയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഉണക്കി സൂക്ഷിക്കുന്ന മെഡിസിൻസ് നമുക്കറിയാം. നമ്മൾ അങ്ങാടിക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ, ആയുർവേദിക്കായിട്ടുള്ള മെഡിസിൻസൊക്കെ ആണെങ്കിൽ നമുക്കെല്ലാം അതൊരു ഡ്രൈ ആയിട്ടുള്ള ഫോമിലാണ് കിട്ടുന്നത്. സോ അതിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ യൂസേജ് ബെറ്റർ ആയിരിക്കുന്നതും എപ്പോഴും നമ്മളിതിനെ ഡ്രൈ ആയിട്ട് കെയർ ചെയ്ത് സൂക്ഷിച്ചതിന് ശേഷം നമ്മൾ പിന്നീട് എടുക്കുമ്പോഴായിരിക്കും. നമുക്കതിനെ കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കതിനെ ലോങ്ങർ ടൈം നമ്മളതിനെ പ്രിസർവ് ചെയ്യണമെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യണം, ഡ്രൈ ആക്കണം. So drying removes sufficient moisture content of food drug so as to improve its quality and make it resistant to microbial growth. And this also inhibits partial enzymatic reactions. Then നമുക്ക് നന്നായിട്ട് അത് ഗ്രൈൻഡ് ചെയ്യണമെങ്കിലും ഒക്കെ നമുക്കത് ഡ്രൈ ആക്കി വെക്കണം. ഡ്രൈയിങ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ചില മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിലൊരു മെത്തേഡാണ് ഫെർമെൻറ്റേഷൻ. ഇൻ ദ കേസ് ഓഫ് സിന്നമം സെലൈലാനിക്കം ബാർക്ക്, അതിൻ്റെ ബാർക്ക് നമ്മൾ ഫെർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡ്രൈ ആക്കി വയ്ക്കാം. അതുപോലെ സ്ലൈസിങ് ചെയ്യാം, അതുപോലെ കട്ട് ചെയ്ത് സ്മോൾ പീസസ് ആക്കാം. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഡ്രൈ ആക്കുന്ന പ്രോസസ്സ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സാണ് ഇതൊക്കെ. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് നാച്ചുറൽ ഡ്രൈയിങ് ഉണ്ട്. മെത്തേഡ്സ് ഓഫ് ഡ്രൈയിങ്ങിൽ നാച്ചുറൽ ഡ്രൈയിങ് പറയുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് പറയുന്നുണ്ട്. അതിൽ ട്രേ ഡ്രൈയിങ്, വാക്യൂം ഡ്രൈയിങ് ആൻഡ് സ്പ്രേ ഡ്രൈയിങ് എന്ന് പറയുന്ന ടെക്നിക്സൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ട്രേ ഡ്രൈയിങ്, ദ ഡ്രഗ്സ് വിച്ച് ഡു നോട്ട് കണ്ടെയ്ൻ വോളറ്റൈൽ ഓയിൽസ് ആൻഡ് ആർ ക്വയറ്റ് സ്റ്റേബിൾ ആണ് നമ്മൾ ട്രേയിൽ ഡ്രൈ ചെയ്യുന്നത്. അതുപോലെ ഡ്രഗ്സ് വിച്ച് ആർ സെൻസിറ്റീവ് ടു ഹൈ ടെമ്പറേച്ചേഴ്സ് ക്യാൻ ബി ഡ്രൈഡ് യൂസിങ് വാക്യൂം മെത്തേഡ്. ദെൻ സ്പ്രേ ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിനൊക്കെ ഹൈലി സെൻസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്പ്രേ ഡ്രൈയിങ് ആണ് കൊടുക്കുന്നത്. സോ നെക്സ്റ്റ് ഈസ് ആഫ്റ്റർ ഡ്രൈയിങ് ഇതെന്ത് ചെയ്യും, പാക്കിംഗ്. ഗാർബിളിംഗ് എന്ന് പറയുന്നത് ഡ്രസ്സിങ് ആണ്. ഡ്രസ്സിങ് ഈസ് ദ റിമൂവൽ ഓഫ് ഡേർട്ട് ആൻഡ് ഫോറിൻ ഓർഗാനിക് മെറ്റീരിയൽസ് ഓഫ് ദ
സെയിം പ്ലാന്റ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ ഡ്രഗ് ഈസ് കോൾഡ് ഗാർബ്ലിംഗ്. നമ്മൾ ഡ്രഗ് കൂടാതെ അതിനകത്തുള്ള മറ്റ് മാറ്റർ എല്ലാം റിമൂവ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗാർബ്ലിംഗ് അല്ലെങ്കിൽ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ അതിന് ശേഷം നമ്മൾ പാക്കേജ് ഓഫ് ക്രൂഡ് ഡ്രഗ്സ്, അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മോർഫോളജിക്കൽ നേച്ചർ, നമ്മൾ ഡ്രഗ് ചെറുതാണോ വലുതാണോ, അതിൻ്റെ ലീഫ് പാർട്ടാണോ റൂട്ടാണോ, ദെൻ കെമിക്കൽ നേച്ചർ ഓഫ് ദ ഡ്രഗ്, ദെൻ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്, അതുപോലെ എഫക്റ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അതിനെ പിന്നീട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, നമുക്കതിനെ ലോങ് ടൈമിലേക്ക് സ്റ്റോറേജ് ചെയ്യുമ്പോൾ അത് ചീത്തയാകാനുള്ള സാധ്യത ഉണ്ടോ, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളതിനെ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. കെറോട്ടിൻ ടിൻസ് ആർ യൂസ്ഡ് ഫോർ പാക്കിംഗ് കോളോഫണി ആൻഡ് ബാൾസം ഓഫ് തൊളു. ഇതെല്ലാം ഓരോ ടെക്നിക്കലായിട്ട് നമ്മൾ ടെക്നിക്കൽ മീൻസ് എന്താണ്, ഓരോ ടൈപ്പ് പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന മെറ്റീരിയൽസാണ്. ഓരോ തരം മെഡിസിനൽ ട്രീസിൽ നിന്നും മെഡിസിനൽ ഷ്രബ്സിൽ നിന്നൊക്കെ എടുക്കുന്നതാണ്. അലോ ഈസ് പാക്ഡ് ഇൻ ഗോഡ് സ്കിൻ. അതുപോലെ അസഫോറ്റിഡ എന്ന് പറയുന്നത് കായമാണ്, വിച്ച് ഈസ് പാക്ഡ് ഇൻ വെൽ ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സ് വിച്ച് വിൽ നോട്ട് ഹാവ് എഫക്റ്റ് ഓഫ് സൺലൈറ്റ്. അപ്പോൾ ഓരോന്നിൻ്റെയും സ്റ്റോറിങ് കണ്ടീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അതെങ്ങനെ സൂക്ഷിച്ചാലാണ് അത് ചീത്തയാകാതിരിക്കുന്നത് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്ത് ഏത് രീതിയിലാണ് അത് പെട്ടെന്ന് കേടായി പോകുന്നത്, അതിൽ നിന്നും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഈ സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സിലും പറഞ്ഞിരിക്കുന്നത്. അത് എക്സാമ്പിൾ സഹിതം വായിച്ചു നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ് ഓഫ് ക്രൂഡ് ഡ്രഗ്സ്. The active constituents of the medicinal plants can have a specific action on our organs. അല്ലേ, നമുക്ക് ആ ഓരോ കോൺസ്റ്റിറ്റ്യൂവൻറ്റിനും ഓരോ പർട്ടിക്കുലർ ആക്ഷൻ ഉണ്ടാവും. So the extraction of these medicinally active portions of the plant materials involves the separation of the active portions from the inactive or inert components by using selective solvents. അപ്പം നമുക്കത് ഏത് രീതിയിലാണ് നമ്മളതിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കേണ്ടത്. നമുക്കിപ്പോൾ ഇത് ക്രൂഡ് ഫോമിൽ നമ്മളതിനെ വൃത്തിയാക്കി വെച്ചേക്കുകയാണ് സ്റ്റോർ ചെയ്ത്. സോ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ അതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആർ യൂസ് ടു എക്സ്ട്രാക്ട് ദ ആക്റ്റീവ് കമ്പോണൻസ് ഫ്രം ദ മെഡിസിനൽ പ്ലാന്റ്സ്. ആക്റ്റീവ് കമ്പോണൻസ് നമുക്ക് അതിനകത്ത് നമ്മൾ മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്ന അതിനകത്തെ കമ്പോണൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്സാണ് അടുത്ത് പറയുന്നത്. ദാറ്റ് ഈസ് ഡിക്കോക്ഷൻ, പിന്നെ മസിറേഷൻ, ദെൻ ഇൻഫ്യൂഷൻ. ഇങ്ങനെയുള്ള 3-4 ടെക്നിക്കലായിട്ടുള്ള ടേംസ് പറയുന്നുണ്ട്. ഡിക്കോക്ഷൻ ഈസ് എ പ്രോസസ് സ്യൂട്ടബിൾ ഫോർ എക്സ്ട്രാക്ടിങ് വാട്ടർ സോളിബിൾ ഹീറ്റ് സ്റ്റേബിൾ കോൺസ്റ്റിറ്റ്യൂവൻസ്. വാട്ടർ സോളിബിളും ആയിരിക്കണം, ഹീറ്റ് റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഹീറ്റിന് സ്റ്റേബിൾ ആയിട്ടുള്ള, ഹീറ്റ് ചെയ്താലും ഡീകമ്പോസ് ഒന്നും ചെയ്തു പോകാത്ത കമ്പോണൻസിനെയാണ് നമ്മൾ ഈ രീതിയിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇൻ ദിസ് പ്രോസസ് എ ഡ്രൈഡ്, ഗ്രൈൻഡഡ് ആൻഡ് പൗഡർഡ് പ്ലാന്റ് മെറ്റീരിയൽ ഈസ് പ്ലേസ്ഡ് ഇൻ ടു എ ക്ലീൻ കണ്ടെയ്നർ, then boiled with a specific volume of water for a defined time, and it is then cooled and filtered. അപ്പോൾ അത് റൂട്ട്സ്, റൈസോംസ്, ബാർക്ക്, ബെറീസ് അങ്ങനെ എല്ലാത്തിനും നമ്മളത് ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മെസറേഷൻ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂവൻസ് ടേക്ക് വെരി ലോങ് ടൈം ടു ഡിസോൾവ് ഇൻ കോൾഡ് വാട്ടർ. നമ്മൾ ഒരുപാട് സമയമെടുത്ത് ആ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്ന കണ്ടീഷൻസിലാണ്, നമ്മൾ ചൂടാക്കാതെ നമുക്ക് അങ്ങനെ എടുക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ മസിറേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ചെയ്യുന്നത്. ഇൻ ദിസ് പ്രോസസ് കോസ്റ്റ്ലി പൗഡർ ഡ്രഗ് മെറ്റീരിയൽ ഏതർ ലീവ്സ്, നമ്മൾ ഫൈനായിട്ട് പൊടിച്ച റൂട്ടോ സ്റ്റെമ്മോ പിന്നെ ലീഫോ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ സ്റ്റോപ്പേഡ് കണ്ടെയ്നറിനകത്ത് വാട്ടറും ആഡ് ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിൽ ഒരു 3-4 ദിവസം നന്നായിട്ട് അത് അടച്ച് വച്ചേക്കും. അപ്പോൾ ആ പയ്യെ വളരെ സ്ലോ ആയിട്ട് അത് വാട്ടറിലേക്ക് എക്സ്ട്രാക്റ്റ് ആയിട്ട് വരും. That process is called maceration. Then infusion എന്ന് പറയുന്നത് the dilute solutions of readily soluble constituents of crude drugs are known as infusions. Infusions എന്ന് പറഞ്ഞാൽ വളരെ ഡൈല്യൂട്ട് സൊല്യൂഷൻസ് ഓഫ് റെഡിലി പെട്ടെന്ന് വെള്ളത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ സോളിബിൾ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ക്രൂഡ് ഡ്രഗ്സ് ആർ നോൺ ആസ് ഇൻഫ്യൂഷൻ. അപ്പോൾ ഇറ്റ് മേ ബി പ്രിപ്പയർഡ് either by using a single herb or combination of herbs. അപ്പോൾ നമുക്ക് ഒരു ഹെർബിൽ നിന്ന് വേണമെങ്കിൽ അതിൻ്റെ ഇൻഫ്യൂഷൻസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗമുള്ള 3-4 നമുക്കൊരു പർപ്പസിന് വേണ്ടിയിട്ട് ഇപ്പം ഒരൊറ്റ നമ്മൾ കഷായം എന്നൊക്കെ പറയുന്നതിനകത്ത് നമ്പർ ഓഫ് കമ്പോണൻസ് ആഡ് ചെയ്യുന്ന പോലെ
നമുക്കങ്ങനെ നമ്പർ ഓഫ് പ്ലാന്റ്സിൽ നിന്നുള്ള കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു യൂസേജിനാണെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഇൻഫ്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അത് എത്ര ടൈപ്പ് ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അതിൽ ഒന്ന് കോൾഡ് ഇൻഫ്യൂഷനുണ്ട്, ദെൻ ഹോട്ട് ഇൻഫ്യൂഷനുണ്ട്. അപ്പോൾ അത് രണ്ടും എന്താണെന്നുള്ളതാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. കോൾഡ് ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദ ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ദ ക്രൂഡ് ഡ്രഗ്സ് ആർ വോളറ്റൈൽ ഇൻ നേച്ചർ ഓർ സെൻസിറ്റീവ് ടു ഹീറ്റ്. അപ്പോൾ നമുക്കറിയാം അത് പെട്ടെന്ന് ചൂടടിക്കുമ്പോൾ വോളറ്റൈലായി പോകുന്നതോ അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്ത് പോകുന്നതോ ഒക്കെ ആണെങ്കിൽ കോൾഡ് ഇൻഫ്യൂഷൻസ് ആർ പ്രിഫേർഡ്. അപ്പോൾ നമ്മൾ തണുത്ത കണ്ടീഷനിലാണ് അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഇമേഴ്സിങ് ദ ഡ്രഗ് ഇൻ കോൾഡ് വാട്ടർ ഫോർ സം ടൈം. ഡ്യൂറിങ് ദിസ് ടൈം ദ ആക്റ്റീവ് കമ്പോണൻസ് ഓഫ് ദ ഡ്രഗ് വിൽ ബി റിലീസ്ഡ് ഇൻ ടു വാട്ടർ വിത്തൗട്ട് ഹീറ്റിംഗ്. അത് ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ടാമറിൻ്റ് ആണ്. അതുപോലെ ഹോട്ട് ഇൻഫ്യൂഷൻസും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹോട്ട് കണ്ടീഷനിൽ ചെയ്യുന്നതാണ് ഹോട്ട് ഇൻഫ്യൂഷൻസ്. സോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് മെത്തേഡ് ഓഫ് ഡ്രഗ് ഇവാലുവേഷനാണ്. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്ത് വായിച്ചെടുക്കാനാണ് കൂടുതലും ഉള്ളത്. ഓരോ തവണ വായിക്കുക, അതിനകത്ത് 1-2 എക്സാമ്പിളും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. സോ ഡ്രഗ് ഇവാലുവേഷൻ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡ്രഗിൻ്റെ ക്വാളിറ്റി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ക്വാളിറ്റി ആൻഡ് പ്യൂരിറ്റി ഓഫ് ഡ്രഗ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്. ദെൻ ഐഡൻറ്റിഫൈ ക്വാളിറ്റി ആൻഡ് പ്യൂരിറ്റി, denote the correct identification of the biological source of the drug, quantity of the active constituents present in the drug, and quantity of foreign materials present in the drug respectively. അപ്പോൾ ഡ്രഗ് ഇവാലുവേഷൻ്റെ കുറച്ച് മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് നമുക്ക് വരുന്നത് മോയ്സ്ചർ കണ്ടൻ്റാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ രണ്ടാമത് വരുന്നത് അതിൻ്റെ വോളറ്റൈൽ കമ്പോണൻസ് ആണ്. ദെൻ അതിൻ്റെ സോലബിലിറ്റി, ദെൻ ഓപ്റ്റിക്കൽ റൊട്ടേഷൻ, ദെൻ അതിൻ്റെ ആഷ് വാല്യൂസ്, ദെൻ എക്സ്ട്രാക്റ്റീവ്സ്, ആൻഡ് ദെൻ certain methods adopted are spectroscopic analysis, then chromatographic method, then foreign organic matter analysis. അപ്പോൾ ഇത്രയും ടെക്നിക്സാണ് അതിനകത്ത് പറയുന്നത്. നമുക്ക് മോയ്സ്ചർ കണ്ടൻ്റൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രഗ് അല്ലെങ്കിൽ ആ മെറ്റീരിയൽ എന്തായി പോവും, അത് ഡിഗ്രേഡ് ചെയ്ത് ചീത്തയായി പോവുക, അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് അത് അഴുകി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. സോ മൈക്രോബിയൽ ഗ്രോത്ത് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മോയ്സ്ചർ കണ്ടൻറ്റ് ഡ്രഗിൻ്റേത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും. അത് ഇതിൻ്റെ ക്വാളിറ്റി ചെക്കിങ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ്. So moisture content is determined by heating a drug at 105 degree in an oven to a constant weight and calculating loss of weight. അപ്പോൾ നമ്മൾ ക്രൂഡ് ഡ്രഗ് ആദ്യം എടുത്ത് വെയിറ്റ് എടുക്കും, പിന്നെ അതിനെ ചൂടാക്കിയതിന് ശേഷം എടുക്കും. അപ്പോൾ അതിനകത്ത് മോയ്സ്ചർ പെർസെൻറ്റേജ് എത്ര ഉണ്ടായെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ലോസ് ഓഫ് വെയിറ്റ് കണ്ടുപിടിച്ചിട്ട്. സോ ഓരോന്നിൻ്റെയും മോയ്സ്ചർ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് ഇതുപോലെ കണ്ടുപിടിച്ചത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വോളറ്റൈൽ കണ്ടൻറ്റ് നമുക്കറിയാം. വോളറ്റൈൽ ഓയിൽ എന്ന് പറയുന്നത് അതിനകത്തെ വോളറ്റൈൽ കമ്പോണൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ടു ഡിറ്റർമിൻ ദ വോളറ്റൈൽ കണ്ടൻറ്റ് ഓഫ് എ ഡ്രഗ്, വെയ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് ദ ഡ്രഗ് ഈസ് ബോയിൽഡ് വിത്ത് വാട്ടർ ഇൻ എ റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്ക് ഫിറ്റഡ് വിത്ത് ക്ലവഞ്ചർ അപ്പാരറ്റസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രാക്ഷൻ എടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു അപ്പാരറ്റസ് ആണ്. സോക്സ്ലെറ്റ് അപ്പാരറ്റസ് സിമിലർ ആയിട്ടുള്ള അപ്പാരറ്റസ് ആണ് സോക്സ്ലെറ്റ് അപ്പാരറ്റസ് ഒക്കെ. അതുപോലെ ക്ലവഞ്ചർ അപ്പാരറ്റസ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ എക്സ്ട്രാക്റ്റ് എടുക്കാനായിട്ട്, അതായത് ബോയിൽ ചെയ്തിട്ട് അതിനെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാനൊക്കെയുള്ള ഓയിൽസ് നമുക്ക് കണ്ടൻസ് ചെയ്ത് കളക്ട് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള അപ്പാരറ്റസ് ആണ്. സോ അതുപയോഗിച്ചിട്ടാണ് നമ്മൾ വോളറ്റൈൽ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ അതിൽ നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഡ്രഗ്സിൻ്റെ എപ്പോഴും അതിനകത്തുള്ള വോളറ്റൈൽ കണ്ടൻസ് അല്ലെങ്കിൽ വോളറ്റൈൽ ഓയിലിൻ്റെ കണ്ടൻറ്റിനനുസരിച്ചായിരിക്കും. അങ്ങനെയായിരിക്കും അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഫാർമസ്യൂട്ടിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്റ്റീവ് കമ്പോണൻ്റ് ആണ് ശരിക്കും. സോ ക്ലോവിനകത്തെ വോളറ്റൈൽ കമ്പോണൻറ്റ് 15% ആണ്. കാർഡമം സീഡിൽ 4% ഉള്ളൂ. ലെമൺ പീലിൽ 2.5, ഫെനലിന് 1.4. സോ അടുത്ത ഒരു ഇവാലുവേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സോലുബിലിറ്റിയാണ്. സോളുബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അഡൾട്രൻസ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അതായത് മായം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാനാണ്. കാസ്റ്റർ ഓയിൽ ആവണക്കെണ്ണ എന്ന് പറയുന്നത് വിച്ച് ഈസ് സോളുബിൾ ഇൻ 3 വോളിയൂംസ് ഓഫ് 90% ആൽക്കഹോൾ വൈൽ ദ അഡൾട്രേറ്റഡ് ഫോം ഇറ്റ് ഷോസ് ഗുഡ് സോളുബിലിറ്റി ഇൻ ആൽക്കഹോൾ. അപ്പോൾ ആ സോളുബിലിറ്റി ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അഡൾട്രൻ്റ് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ അത് കുറച്ച് 90% ആൽക്കഹോളിൽ 3 മടങ്ങ് 90% ആൽക്കഹോളിലാണ് അത് നമുക്ക് കുറച്ച് ഡിസോൾവ് ആയി കിട്ടുന്നത്. പക്ഷേ നമ്മൾ അഡൾട്രൻ്റ് യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് എന്താണ് പെട്ടെന്ന് സോളിബിൾ ആവും. അതിൻ്റെ ആ തിക്നെസ്സൊക്കെ പോയി. ആവണക്കെണ്ണ അറിയാമല്ലോ നല്ല വിസ്കസ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. സോ അതുപോലെ ബാൾസം ഓഫ് പെറു എന്ന് പറയുന്നത് അതൊരു ട്രീയിൽ നിന്നുള്ള എന്തോ എക്സ്ട്രാക്റ്റ് ആണ്. അതും ഇതുപോലെ തന്നെയാണ്. നമുക്ക് സോളുബിലിറ്റിയിൽ നിന്ന് അതിനകത്ത് അഡൾട്രൻ്റ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ ടെക്നിക്. ദെൻ ഓപ്റ്റിക്കൽ റൊട്ടേഷൻ. ഈ അഡൾട്രൻസിൻ്റേത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അഡൾട്രേഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് അതിനകത്ത് അഡൾട്ടേഡ് ആണോ, അതിനകത്ത് അഡൾട്രൻ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറയുന്ന ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഒരു ലൈറ്റിൻ്റെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ പ്ലെയിനിനെ ചില സബ്സ്റ്റൻസസ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ റൊട്ടേറ്റ് ചെയ്യാൻ അതിനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സം സബ്സ്റ്റൻസസ് ഓഫ് ബയോളജിക്കൽ ഒറിജിൻ പൊസസ്സസ് ദിസ് പ്രോപ്പർട്ടി ഓഫ് റൊട്ടേറ്റിംഗ് ദി പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓപ്റ്റിക്കൽ റൊട്ടേഷൻ, ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് പ്ലെയിനിനെ നമ്മൾ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതിന് നമ്മൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്നും ഡി ഫോം എന്നും, അല്ല ലെഫ്റ്റിലേക്കാണെങ്കിൽ അത് ലീവോ റൊട്ടേറ്ററി അല്ലെങ്കിൽ എൽ ഫോം എന്നും പറയും. മോസ്റ്റ് ഓഫ് ദ വോളറ്റൈൽ ഓയിൽസും ഒപ്റ്റിക്കലി ആക്റ്റീവ് കമ്പോണൻസ് ആണ് അതിനകത്തുള്ളത്. അതുപോലെ നമുക്കത് വൺസ് അത് ഐഡൻറ്റിഫൈഡ് ആണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിനകത്ത് കാസ്റ്റർ ഓയിലിൻ്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് 3.5 to 6 degree ആണ്. അതുപോലെ യുക്കാലി ഓയിലിൻ്റേത് 0 to 10 degree ആണ്. ഹണിയുടേത് +3 to -15 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി വെച്ചിട്ട് നമുക്ക് ഇത് എക്സാക്ട്ലി ആ കമ്പോണൻ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് വരുന്നത് ആഷ് വാല്യൂസ് ആണ്. ആഷ് വാല്യൂസ് ആൻഡ് എക്സ്ട്രാക്റ്റീവ്സ് ആണ്. ആഷ് വാല്യൂസ് ആർ യൂസ്ഫുൾ ടു ഡിറ്റർമിൻ ദ ക്വാളിറ്റി ആൻഡ് പ്യൂരിറ്റി ഓഫ് ക്രൂഡ് ഡ്രഗ്സ്. അപ്പോൾ നമുക്ക് എത്രത്തോളം അതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത മെറ്റീരിയൽസ് ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആഷ് വാല്യൂസ് ലൈക്ക് ടോട്ടൽ ആഷ് വാല്യൂ, ആസിഡ് ഇൻസോളിബിൾ ആഷ് വാല്യൂ, ദെൻ വാട്ടർ സോളിബിൾ ആഷ് വാല്യൂ. ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആഷ് വാല്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. ടോട്ടൽ ആഷ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇൻസിനറേറ്റിംഗ് എ വെയ്ഡ് എമൗണ്ട് ഓഫ് ദ ഡ്രൈഡ് crude drug in a previously ignited weighed silica crucible. The residual ash is weighed to calculate the percentage of ash with respect to the initial weight of the air dried drug. നമ്മൾ ഡ്രഗ് എടുത്ത് ചൂടാക്കി അതിനെ നമ്മൾ നേരത്തെ വെയിറ്റ് എടുത്തിട്ടുള്ള ഒരു സിലിക്ക ക്രൂസിബിളിൽ വെച്ചിട്ട് നമ്മളതിനെ കരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ നമ്മുടെ സാമ്പിളും നമ്മുടെ ഈ ആഷ് സാമ്പിളും ആഷ് എത്രയുണ്ടെന്നുള്ളത് നമുക്കതിന് ടോട്ടൽ ആഷ് ഈസ് യൂസ്ഫുൾ ഇൻ ഡിറ്റക്റ്റിംഗ് ദ ക്രൂഡ് ഡ്രഗ്സ് ദാറ്റ് ആർ മിക്സ്ഡ് വിത്ത് വേരിയസ് മിനറൽ സബ്സ്റ്റൻസസ്. നമുക്ക് അതിനകത്ത് വേറെ എന്തെങ്കിലും മിക്സിങ് അപ്പ് ആയിട്ടുണ്ടോ, നമ്മുടെ ക്രൂഡ് ഡ്രഗിനകത്ത് ആഷ് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കിയാൽ
residual ash is weighed to calculate the percentage of ash with reference to the initial weight of the എയർ ഡ്രൈഡ് ഡ്രഗ്. നമുക്ക് ഒരു ഡ്രഗിന് നമുക്ക് സാധാരണ രീതിയിൽ എത്ര തോളം അതിനകത്ത് നമ്മുടെ ഒറിജിനൽ മാറ്റർ കൂടാതെയുള്ള മാറ്റർ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് ടോട്ടൽ ആഷ് ഈസ് യൂസ്ഫുൾ ഇൻ ഡിറ്റക്റ്റിംഗ് ദ ക്രൂഡ് ഡ്രഗ്സ് ദാറ്റ് ആർ മിക്സ്ഡ് വിത്ത് വേരിയസ് മിനറൽസ്, മണ്ണോ വേറെ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ, ചോക്ക് പൗഡറോ ഇതൊക്കെ കൂടെ ചേർത്ത് വരുന്ന പൗഡേർഡായിട്ടുള്ള ക്രൂഡ് ഫോം നമുക്ക് പൗഡറായിട്ട് കിട്ടുന്നതിനകത്ത് നമ്മുടെ ആഷ് കണ്ടൻറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു ആഷ് പെർസെൻറ്റേജിൽ നിന്ന് വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പം മിക്സ് ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ ആസിഡ് ഇൻസോളിബിൾ ആഷ് മീൻസ് ദ ആഷ് ഇൻസോളിബിൾ ഇൻ ഡൈല്യൂട്ട് HCl. Adhering dirt, sand may be determined by acid insoluble ash content. Water soluble ash ആണെങ്കിൽ used to detect the presence of material exhausted by water. ആഷ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ജിഞ്ചറിൻ്റെ, അലോയുടെ, അശോക, ബെല്ലാഡോണ, കനാബിസ്, ഇങ്ങനെ കുറച്ച്. കനാബിസ് എന്ന് പറയുന്നത് കഞ്ചാവ് എന്ന് പറയുന്നതാണ് കനാബിസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആഷ് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എക്സ്ട്രാക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത് തന്നെയാണ്. ദ എക്സ്ട്രാക്ട്സ് ഒബ്റ്റെയിൻഡ് ബൈ എക്സോസ്റ്റിംഗ് ക്രൂഡ് ഡ്രഗ്സ് വിത്ത് ഡിഫറെൻറ്റ് സോൾവെൻറ്റ്സ് ഗീവ് അപ്രോക്സിമേറ്റ് മെഷേഴ്സ് ഫോർ ദെയർ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ്. അതിൻ്റെ എക്സ്ട്രാക്റ്റീവ്സ് വാട്ടർ സോള്യൂബിൾ എക്സ്ട്രാക്റ്റീവ്, ആൽക്കഹോൾ സോള്യൂബിൾ എക്സ്ട്രാക്റ്റീവ്, ഈതർ സോള്യൂബിൾ എക്സ്ട്രാക്റ്റീവ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ പ്ലാന്റിൻ്റെയും. അപ്പോൾ അത് ഓരോന്നിലും വാട്ടർ ഈസ് യൂസ്ഡ് ആസ് സോൾവെൻറ്റ് ഫോർ ക്രൂഡ് ഡ്രഗ്സ് കണ്ടെയ്നിങ് വാട്ടർ സോളിബിൾ കോൺസ്റ്റിറ്റ്യൂൻസ്, ഗ്ലൈക്കോസൈഡ്സ്, ഷുഗർ, ടാനിൻസ്, മ്യൂസിലേജ്, ഇതൊക്കെയാണ് നമുക്ക് എന്തിന് വാട്ടർ സോളിബിളായിട്ട് വരുന്ന കോൺസ്റ്റിറ്റ്യൂൻസ്. ദെൻ ആൽക്കഹോൾ യൂസ്ഡ് ഫോർ ദ സോൾവെൻറ്റ് ആസ് ദ സോൾവെൻറ്റ് ഫോർ ക്രൂഡ് ഡ്രഗ്സ് കണ്ടെയ്നിങ് ഗ്ലൈക്കോസൈഡ്സ്, ടാനിൻസ്, റെസിൻസ് എക്സെട്ര. ദെൻ ഈതർ ഈസ് ആൻ ഐഡിയൽ സോൾവെൻറ്റ് ഫോർ drug containing volatile oils, fats, resins, etc. Then നമുക്ക് ക്രൂഡ് ഡ്രഗ്സിൻ്റെ സ്പെസിഫിക് ഗ്രൂപ്പ്സ് കുറച്ചുകൂടെ മോർ കെമിക്കൽ ആയിട്ട് നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഫൈറ്റോ കോൺസ്റ്റിറ്റ്യുവൻസ് നമുക്കറിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ സ്പെക്ട്രോസ്കോപ്പിക് അനാലിസിസ് എടുത്ത് നോക്കാം. സ്പെക്ട്രോസ്കോപ്പിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് റേഡിയേഷനും നമ്മുടെ ഈ പറയുന്ന മെറ്റീരിയലുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫർദർ സ്റ്റഡീസ് നടത്തും. അപ്പോൾ അതിൽ നമുക്ക് ഈ മെറ്റീരിയൽ ഇൻട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ക്രൂഡ് മെറ്റീരിയലിലുള്ള മോളിക്യൂൾസ് ഈ തരത്തിലുള്ള റേഡിയേഷൻസ് അബ്സോർബ് ചെയ്തിട്ട് അതിനകത്ത് ചേഞ്ചസ് വരും. ദാറ്റ് വി ആർ ഡിറ്റക്റ്റഡ് യൂസിങ് സെവറൽ ടെക്നിക്സ്. അപ്പോൾ അതിൽ പിന്നെ UV ഉണ്ട്, IR ഉണ്ട്, NMR ഉണ്ട്, ദെൻ അതുകൂടാതെ റേഡിയോ ഇമ്മ്യൂണോ അസേസ് എന്ന് പറയുന്നൊരു മെത്തേഡും പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഫൈറ്റോ കോൺസ്റ്റിറ്റ്യുവൻസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ക്രോമറ്റോഗ്രാഫിക് മെത്തേഡാണ്. ക്രോമറ്റോഗ്രാഫി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്രോമറ്റോഗ്രാഫിയിലുള്ള ഡിഫറെൻറ്റ് ടെക്നിക്സ് നിങ്ങൾക്കറിയാം. സെപ്പറേഷൻ ടെക്നിക്കാണ്. പേപ്പർ, കോളം, തിൻ ലെയർ, ഗ്യാസ്, അങ്ങനെ HPLC ഉണ്ട്, ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി ഉണ്ട്. RF വാല്യൂ എന്താണെന്ന് അറിയാം. അതുപോലെ ഫോറിൻ ഓർഗാനിക് മാറ്റർ. നമുക്ക് ഫോറിൻ ഓർഗാനിക് മാറ്റർ എന്ന് പറയുമ്പോൾ ദ പാർട്സ് അതർ ദാൻ ദ ഡ്രഗ് ആർ നോൺ ആസ് ദ ഫോറിൻ ഓർഗാനിക് മാറ്റർ. അതൊരു ഇൻസെക്റ്റ് ആകാം, മോൾഡ് ആകാം, ഫംഗൈ ആകാം, ബാക്ടീരിയ ആകാം, ഒരു എർത്തി മെറ്റീരിയൽ ആകാം, ആനിമൽ എക്സ്ക്രീറ്റ ആകാം, എന്തുമാവാം.
The other part, the part other than the drug is called foreign organic matter. So each and every vegetable drug has their own maximum limit for the organic matter. Like garlic should not contain more than 2%. Saffron should not contain more than 2%. And shatavari should not contain more than 1% organic matter. Organic matter ഇത്ര ഇതിൽ അളവിൽ കൂടാൻ പാടില്ല എന്നുണ്ട്. If the organic matter exceeds the limit, it indicates the deterioration in the quality of the drug. അപ്പോൾ അത് ചീത്തയാകാൻ തുടങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്രയും മാത്രമേ ഓർഗാനിക് മാറ്റർ അതിനകത്ത് പാടൂ. Foreign organic matter can be determined by sedimentation process or flotation process. ഇനി കുറച്ചും കൂടെ നമുക്ക് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ്, അതായത് ഫൈറ്റോ കോൺസ്റ്റിറ്റ്യുവൻസ് ഇൻ തെറാപ്യൂട്ടിക് വാല്യൂസ്, നമുക്ക് മെഡിസിനൽ വാല്യൂസ് പിന്നെ തരുന്ന അല്ലെങ്കിൽ മെഡിസിനൽ ഉപയോഗം നമുക്ക് കിട്ടുന്ന അതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് ഏതൊക്കെയാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. അപ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഗ്ലൈക്കോസൈഡ്സ് ഉണ്ട്, ആൽക്കലോയിഡ്സ് ഉണ്ട്, ദെൻ വോളറ്റൈൽ ആയിട്ടുള്ള ഓയിൽസ് പല ടൈപ്പ് ഉണ്ട്, ടാനിൻസ്, ഫീനോൾസ്, ലിപ്പിഡ്സ്, ഇതെല്ലാം ചേർന്നാണ് ആ ഒരു പിന്നെ കാറ്റഗറി വരുന്നത്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് യു ഹാവ് ഓൾറെഡി സ്റ്റഡി ചെയ്ത്, നിങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞതാണ് കാർബോഹൈഡ്രേറ്റ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് പ്രോഡക്ട്സ് ആണ്. നമുക്കറിയാം എല്ലാ പ്ലാന്റിനകത്തും നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റോറേജ്, ഫുഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണ്. അപ്പോൾ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ചേർന്നൊരു പ്രൊപ്പോർഷനിലാണ് അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. സോ ദ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് C6H2O ടൈംസ് ആണ്. എക്സ് ആൻഡ് വൈ മേ ബി സെയിം ഓർ ഡിഫറെൻറ്റ്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് പ്ലാന്റ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം. അതിൻ്റെ ശരിക്കുള്ള ഫുഡ് സ്റ്റോറേജ് ആണ്, അതിലൂടെയാണ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ഓഫ് എനർജി. ദെൻ ഇത് എത്ര ടൈപ്പ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ പഠിച്ചു. മോണോ ആൻഡ് ഒളിഗോസാക്കറൈഡ്സ് 2 ടൈപ്പാണുള്ളത്. ഒളിഗോസാക്കറൈഡ്സ്, ദെൻ പോളിസാക്കറൈഡ്സ്. ദെൻ ഇത് കൂടാതെ തന്നെ ഒരു ഫോമും കൂടെ പറയുന്നുണ്ട്. ഡിറൈവ്ഡ് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ അതിൽ മോണോ ആൻഡ് ഒളിഗോസാക്കറൈഡ്സ്, ദെൻ പോളിസാക്കറൈഡ്സ്, നോൺ ഷുഗേഴ്സ്. മോണോസാക്കറൈഡ്സ് കൂടുതൽ ഒരുപാട് നമ്പർ വരുമ്പോഴാണ് പോളിസാക്കറൈഡ്സ് ആകുന്നത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ഡിറൈവ്ഡ് ഫോംസ് എന്ന് പറയുന്നത് ഗമ്മ, മ്യൂസിലേജ്, പെക്റ്റിനൊക്കെയാണ്. അപ്പോൾ സ്വീറ്റ് ആയിട്ടുള്ളതും വാട്ടർ സോളിബിളും ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മൾ പറയുന്നത് ഷുഗർ. അപ്പോൾ ഷുഗറി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് മോണോസാക്കറൈഡ്സും ഒളിഗോസാക്കറൈഡ്സും. മോണോസാക്കറൈഡ്സ് ആർ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ്. അതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, ഞാനത് പ്രത്യേകിച്ച് പറയുന്നില്ല, വായിച്ചോണ്ടാൽ മതി. ഇപ്പോൾ ഷുഗറിനെ പറ്റിയുള്ള ഒരു പാരഗ്രാഫാണ് കൊടുത്തേക്കുന്നത്, നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതൊന്ന് വായിക്കുക. പിന്നെ പോളിസാക്കറൈഡ്സും അത് നമുക്കറിയാം, ലാർജ് നമ്പർ ഓഫ് മോണോസാക്കറൈഡ്സ് പോളിസാക്കറൈഡ്സ് ഹൈഡ്രലൈസ് ചെയ്താൽ നമുക്ക് ലാർജ് നമ്പർ ഓഫ് മോണോസാക്കറൈഡ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതിന് ഷുഗർ ടേസ്റ്റ് ഇല്ല, ഷുഗറി അല്ല. അപ്പോൾ അതിന് നമ്മൾ നോൺ ഷുഗർ എന്ന് പറയും. സ്റ്റാർച്ച്, സെല്ലുലോസ്, ഡെക്സ്ട്രിനൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഡെക്സ്ട്രിൻസ് എന്ന് പറയുന്നത് എന്താണ്, പാർഷ്യൽ ഹൈഡ്രോളിസ് പ്രോഡക്ട്സ് ഓഫ് സ്റ്റാർച്ച് ആൻഡ് വാട്ടർ സോളിബിളുമാണ്. അതുപോലെ വൈറ്റ് ഡെക്സ്ട്രിനും യെല്ലോ ഡെക്സ്ട്രിനും ഉണ്ട്. ബേബി ഫുഡ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് ഡെക്സ്ട്രിൻ. അതുപോലെ ഡിറൈവ്ഡ് പ്രോഡക്ട്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഗമ്മ്, മ്യൂസിലേജ്, പെക്റ്റിനൊക്കെ.
അത് യൂസ് ചെയ്യുന്ന ഫാർമസിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഗംസ് ആർ പോളിയൂറിനോയിഡ്സ് and on hydrolysis yield sugar such as arabinose, galactose, glucose, mannose, xylose, etc. Then sugar acids like glucuronic acid and galacturonic acid. ഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ചെടിയിലൊക്കെ കറ പിടിച്ചിരിക്കുന്നതാണ്. ഇഞ്ചുറി പറ്റുന്ന സമയത്ത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇങ്ങനെ ഫോം ചെയ്തിരിക്കും. They dissolved in water to give sticky solution. They are used in tablet binders, emulsifiers, suspending agents, etc. മ്യൂസിലേജ് എന്ന് പറയുന്നത് അതേപോലത്തെ ഒരു കാറ്റഗറിയാണ്. വിച്ച് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ ബട്ട് മിയർലി സ്വെൽ. അതിങ്ങനെ വീർത്ത് സ്വെല്ല് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ്. കെമിക്കൽ പോലെ മീൻസ് കെമിക്കലി അത് ഗമ്മിന് സിമിലർ ആണ്. ബട്ട് ദ ഡിഫർ ഇൻ ദ നേച്ചർ ഓഫ് ഷുഗർ ആൻഡ് ആസിഡ് റെസിഡ്യൂസ്. ദേ ആർ യൂസ്ഡ് ഇൻ സസ്പെൻഡിങ് ഏജൻറ്റ്സ്. യൂസ്ഡ് ആസ് സസ്പെൻഡിങ് ഏജൻറ്റ്സ്. മ്യൂസിലേജ് കണ്ടെയ്നിങ് ഡ്രഗ്സ് ആർ അഗർ, പ്ലാന്റാഗോ സീഡ്, ലിൻസീഡ്, എക്സെട്ര. അപ്പോൾ ഈ കണ്ടൻസൊക്കെ ഒന്ന് വായിച്ച് പഠിക്കുക. പെക്റ്റിൻസ് എന്ന് പറയുന്നത് മെത്തോക്സിലേറ്റഡ് പോളി ഗാലക്ട്രോണിക് ആസിഡാണ്. അത് ഇന്നർ പോർഷൻസ് ഓഫ് ദ റിൻഡ് ഓഫ് ദ സിട്രസ് ഫ്രൂട്ട്, നമ്മളെ തോലിനകത്ത് കാണപ്പെടും. ആൻഡ് ഇൻ ആപ്പിൾസ് നല്ല അത് വാട്ടർ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് ജെല്ലി ഫോമിലായി വരും. അതുപോലെ ഗ്ലൈക്കോസൈഡ്സ് നമുക്കറിയാം. ഒരു ഷുഗറും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നോൺ ഷുഗറുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോഴാണ് നമ്മളൊരു ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള കോമ്പൗണ്ട്സ് ആണ്. ഷുഗർ മോളിക്യൂൾ ഈസ് ലിങ്ക്ഡ് ടു എ നോൺ ഷുഗർ മോളിക്യൂൾ ലൈക്ക് ആൽക്കഹോൾ ഓർ ഫീനോൾ. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഫൈറ്റോ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് ഡ്രഗ്സിലുള്ള. ഗ്ലൈക്കോസൈഡ്സിൽ നമുക്ക് സാപ്പോണിൻ ഗ്ലൈക്കോസൈഡ്സ് ഉണ്ട്, അതുപോലെ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് ഉണ്ട്. സാപ്പോണിൻസ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സോപ്പിലേക്കൊരു നമ്മുടെ ഇലയൊക്കെ ചിലപ്പോൾ അരയ്ക്കുമ്പോൾ താളി എന്ന് പറയുന്നതിനകത്തൊക്കെ നമുക്കൊരു വിസ്കസ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ വരുന്നുണ്ട്. അതിന് ആ കണ്ടൻ്റാണ് ശരിക്കും സാപ്പോണിൻ എന്ന് പറയുന്നത്. സോപ്പിലേക്കാണ് സാപ്പോണിൻ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മോളിക്യൂളാണ്. ഫോമിങ് സോപ്പിലേക്ക് മെറ്റീരിയൽ. സാധാരണ സാപ്പോണിൻസ് ടോക്സിക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യുലാലിയ, ഗ്ലൈസറീസ ആൻഡ് സെനഗ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാപ്പോണിൻ കണ്ടെയ്നിങ് ഡ്രഗ്. അതുപോലെ സ്റ്റിറോയിഡൽ സ്ട്രക്ചറുള്ള സാപ്പോണിനെ നമ്മൾ സാപ്പോജെനിൻ എന്ന് പറയുന്നുണ്ട്. So that sapogenin derived from Diascorea is diosgenin, which is starting material for the synthesis of corticosterone and related compounds. And adverse effect എന്ന് പറയുന്നത് it can destroy red blood cells by their hemolytic action. അതുപോലെ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാർഡിയാക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ടതാണ്. അത് കാർഡിയോടോണിക് ആൻഡ് കാർഡിയോ ആക്റ്റീവ് ഗ്ലൈക്കോസൈഡ്സ് വിച്ച് ഈസ് യൂസ് ടു സ്ട്രെങ്തൻ ദ വീക്കൻ ഹാർട്ട് പാർട്സ്. വീക്കായിപ്പോയ ഹാർട്ടിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും.
അഗ്ലൈക്കോൺ എന്ന് പറയുന്ന കണ്ടൻറ്റ്, ദാറ്റ് അഗ്ലൈക്കോൺ ഓഫ് കാർഡിയക് ഗ്ലൈക്കോസൈഡ്സ് കൺസിസ്റ്റ് ഓഫ് സ്റ്റിറോയിഡ്. The more prevalent steroidal glycon are called cardenolides. The glycon of the main cardiac glycoside of digitalis species, digitoxin, is digitoxygenin. അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് രണ്ട് പേരുകളും കൂടെ പഠിക്കുക. ദെൻ വോളറ്റൈൽ ഓയിൽസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഓരോന്നിന്നും കിട്ടുന്ന ഓയിൽസ്. അതിൻ്റെ മിക്കവാറും അതിൻ്റെ ഒരു ഓർഡർ, അതിൻ്റെ ഒരു അരോമ, സ്മെല്ല്, നല്ല മണമൊക്കെ കിട്ടുന്നത് ഈ ഓയിൽസിൻ്റെ പ്രസൻസ് ആയിരിക്കും. അതിനെ നമ്മൾ എസെൻഷ്യൽ ഓയിൽസ് എന്നും പറയാറുണ്ട്. റോസ് ഓയിൽസ് ഉണ്ട്, ദെൻ ഫെനൽ ഓയിൽസ്, മിൻറ്റ്, സിന്നമൺ ബാർക്കിൻ്റെ ഓയില്, അങ്ങനെ പല പ്ലാന്റ് പാർട്ടിൽ നിന്ന് നമ്മൾ ഓയിൽസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാറുണ്ട്. ഫ്ലേവറിങ് ഏജൻ്റായിട്ടൊക്കെയാണ് നമ്മൾ സാധാരണ ഫ്ലേവറിങ് ഏജൻ്റായിട്ട് വോളറ്റൈൽ ഓയിൽസ് യൂസ് ചെയ്യുന്നത്. പിന്നെ കൂടാതെ ഫാർമസ്യൂട്ടിക്കൽ ആപ്ലിക്കേഷൻസിലും ഉപയോഗിക്കാറുണ്ട്. Then volatile oil consists of terpenoidal mixtures of different compounds like hydrocarbons, alcohols, aldehydes, ketones, phenol, ethers, etc. ടർപ്പൻറ്റൈൻ ഓയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടർപ്പൻറ്റൈൻ ഓയിൽ വിച്ച് ഇസ് എ ഹൈഡ്രോകാർബൺ വോളറ്റൈൽ ഓയിൽ ഡ്രഗ് ആൻഡ് ഇറ്റ് obtained from Pinus species. Alcohol volatile oils contain acyclic alcohols like geraniol or cyclic alcohols like menthol, പെപ്പർമെൻറ്റിലുള്ളതുപോലെ. അതുപോലെ ഓയിൽസ്, കുറച്ച് ഓയിൽസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. അതുപോലെ ആൽക്കലോയിഡ്സ് നമ്മൾ പഠിച്ചതാണ്. ആൽക്കലോയിഡ്സിൽ നമുക്ക് ഒന്ന് രണ്ട് കാറ്റഗറി അവർ പറയുന്നുണ്ട്. കിനോളിൻ ആൽക്കലോയിഡ്, അതായത് കിനോളിൻ സ്ട്രക്ചർ വരുന്ന ടൈപ്പ് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ കിനോളിൻ ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത്. കിനോളിൻ്റെ സ്ട്രക്ചർ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, കാണിക്കാം. അതുപോലെ കിനോളിൻ ആൽക്കലോയിഡ് ഉണ്ട്, ഐസോകിനോളിൻ ആൽക്കലോയിഡ് ഉണ്ട്, ദെൻ ഇൻഡോൾ ആൽക്കലോയിഡ് ഉണ്ട്. ഇപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് കിനോളിനാണ്. ഈ ഒരു ബേസിക് സ്ട്രക്ചർ വരുന്ന ആൽക്കലോയിഡ്സിനെയാണ് നമ്മൾ കിനോളിൻ ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഇൻഡോള്, ഇതാണ് ഐസോകിനോളിൻ. കിനോളിൻ, ഐസോകിനോളിൻ ഐസോമറാണ്. അപ്പോൾ ഇത് ഓരോ ഡിറൈവ്ഡ് ആൽക്കലോയിഡ്സ് ആണ് ഈ പർട്ടിക്കുലർ സ്ട്രക്ചർ ഉള്ളത്. അതിൻ്റെ ഇതെല്ലാം നമ്മുടെ ഫൈറ്റോ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആൽക്കലോയിഡ്സിൻ്റെ എഫക്ട്സ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇതിനകത്ത് ഓരോന്നിനും എക്സാമ്പിൾസോടുകൂടി പറഞ്ഞിട്ടുണ്ട്. ആ സ്ട്രക്ചറിൽ വരുന്ന കിനോളിൻ ആൽക്കലോയിഡ് കെമിക്കലി ഡിറൈവ്ഡ് ഫ്രം കിനോളിൻ. ഇത് സാധാരണ കിട്ടുന്നത് സിങ്കോണ സ്പീഷീസിൻ്റെ ബാർക്കിൽ നിന്നാണ് ഈ തരത്തിലുള്ള ആൽക്കലോയിഡ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഐസോകിനോളിൻ ആൽക്കലോയിഡ്സ് മെഡിസിനിൽ വളരെ റിമാർക്കബിൾ റെലവൻസ് ഉള്ള ഒരു ടൈപ്പാണ്. ഓപ്പിയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓപ്പിയം ഡ്രഗ്സ്, ഓപ്പിയം പോപ്പി, ഓപ്പിയം IP കാക്ക് എന്നൊക്കെ പറയുന്ന കാറ്റഗറിയൊക്കെ ഈ ഐസോകിനോളിൻ സ്ട്രക്ചർ വരുന്നതാണ്. അതിനകത്ത് ഒരു ഗ്രൂപ്പ് മോർഫീനും കൊഡൈനും വരുന്നൊരു ഗ്രൂപ്പുണ്ട്. അതർ ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ് പെപ്പാവറിൻ ആൻഡ് നർക്കോട്ടിൻ.
അപ്പോൾ ഇതൊക്കെ അതിൻ്റെ യൂസും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളതിനാണ്. അനാൽജസിക്സ്, ദെൻ ആൻറ്റിറ്റോസീവ്സ്, ദെൻ സെഡേറ്റീവ് നർക്കോട്ടിക്സ്, അങ്ങനെ യൂസൊക്കെ വായിച്ചുകൊണ്ടാൽ മതി. ഇതെല്ലാം ആ പറയുന്ന തരത്തിലുള്ള കുറച്ച് എക്സാമ്പിൾസുമായിട്ട് വായിച്ച് പഠിക്കുക. പേരുകളേ ഉള്ളൂ. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലേവനോയിഡ്സ്, ഫിനോളിക് കോമ്പൗണ്ട്സ് ആണ് ഫ്ലേവനോയിഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. കളർലെസ് ആണ്, അല്ലെങ്കിൽ ചില ലൈറ്റ് യെല്ലോ കളർ ഷെയ്ഡിലുള്ളതും ഉണ്ട്. ക്വാർസെറ്റിൻ ഈസ് ദ യെല്ലോ ഫ്ലേവനോൾ പിഗ്മെൻറ്റ് ഓഫ് ഓക്ക് പോളൻ. അതിൽ സെഞ്ചൂറിയ എന്ന് പറയുന്നൊരു പ്ലാന്റിൽ നിന്നും കിട്ടിയിട്ടുള്ള കാറ്റച്ചിൻ പൊസസ് ആൻറ്റിബയോട്ടിക് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ്. കാമല്ല സിനസിസ് ഗ്രീൻ ടീ, അതിനകത്തുനിന്നും ഈ പറയുന്ന മെറ്റീരിയൽ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. കാറ്റച്ചിൻ ക്യാൻ ഇൻഡ്യൂസ് ഓക്സിഡേഷൻ ആൻഡ് സെല്ലുലാർ ഡെത്ത് ഓഫ് ദ സെൽസ്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. സോ ഫ്ലേവനോയിഡ്സ് നമ്മൾ കേൾക്കാറുണ്ടല്ലോ, നമ്മൾ ഫ്രഷ് ടീ ലീവ്സിലും മറ്റുമൊക്കെ നമുക്ക് പറയുമല്ലോ, ധാരാളം ഓക്സിഡൻസ്, ആൻറ്റി ഓക്സിഡൻസും ഫ്ലേവനോയിഡ്സും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് ഈ പറയുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ അതിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് ഡ്രഗ് കാറ്റഗറിയിൽ യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഈ തരത്തിലുള്ള ഉപയോഗങ്ങൾക്കും വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതർവൈസ് നമുക്കിതെല്ലാം നമ്മൾ നോർമലി തന്നെ നമ്മൾ ടീയൊക്കെ പിന്നെ എന്താണ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതെല്ലാം കുറേശ്ശെ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഡ്രഗ് പർപ്പസിൽ യൂസ് ചെയ്യുമ്പോൾ ലാർജ് ക്വാണ്ടിറ്റി ഐസൊലേറ്റ് ചെയ്തെടുത്ത് സെപ്പറേറ്റ് ചെയ്തൊക്കെ നമ്മളതിനെ പിന്നെ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ വേറെ ട്രാൻസ്ഫോം ചെയ്ത് വേറൊരു ഫോമിലോട്ടാക്കി യൂസ് ചെയ്യും. സോ ദാറ്റ് ഓൾ അബൌട്ട് നമ്മുടെ ഫൈറ്റോ കെമിസ്ട്രി. അപ്പോൾ ഇത് വായിക്കുക, ധാരാളമായിട്ട് വായിക്കാനുള്ളതാണ്. ടെക്നിക്കൽ ടേംസ് ഇതിനകത്തെ മിക്ക കമ്പോണൻസ് പാർട്ടും ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനത് ജസ്റ്റ് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോയത്. കാർബോഹൈഡ്രേറ്റ്സ് ആയാലൊക്കെ നിങ്ങളിപ്പം പഠിക്കുന്നതാണ്. അതിനകത്തെ എക്സാമ്പിൾസ് ഉൾപ്പെടെ കുറച്ച് ഒരു ബ്രീഫ് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള അളവിൽ വായിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് തെറാപ്യൂട്ടിക് ഏജൻറ്റ്സ് നമുക്ക് ഫൈറ്റോ കോൺസ്റ്റിറ്റ്യുവൻസ് ഫോർ തെറാപ്യൂട്ടിക്കൽ വാല്യൂസ് ഉള്ള ഫൈറ്റോ കോൺസ്റ്റിറ്റ്യുവൻസിനെ പറ്റി ഒരു സമ്മറി എഴുതാനോ നോട്ട് എഴുതാനോ ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്കിതെല്ലാം ഈ കോമ്പൗണ്ട്സ് എല്ലാം നമുക്ക് ഓർമ്മ കാണും. പക്ഷേ അതിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് അത് ഏതേത് കാറ്റഗറിയിൽ വരുന്നതാണെന്നുള്ളതിനെ പറ്റി നമ്മൾ കാറ്റഗറി വൈസും എന്താണ് ആ കോമ്പൗണ്ട് എന്നുള്ളതിനെ പറ്റി എഴുതണം. അത് ടിപ്പിക്കലായിട്ട് അത് ഏതൊക്കെ പ്ലാന്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ആസച്ച് ഉപയോഗിക്കുന്ന ഏതെങ്കിലും എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ അതുമൊക്കെ അതിനകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ട് വായിച്ച് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും വേറെ നമുക്ക് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യുകയോ മറ്റോ ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ക്ലാസ് കേട്ടതിന് ശേഷം ബുക്ക് വായിച്ച് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.